നീ ഇവിടെ ഞാൻ ഇവിടെ എങ്ങനെ കണ്ണു കണ്ടൂടെ? ഇവിടെ നിക്കണ കണ്ണു കണ്ടൂടെ? ഹലോ, ഞാൻ താങ്കളോടല്ല സംസാരിച്ചത്. ഇവിടെ വേറെ ആരും നിൽക്കുന്നു? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ചോദിക്കാൻ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് കണ്ണിലല്ലോ കുഴപ്പമുണ്ടോ? നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാൻ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? മോനെ റോബിക്കുട്ടാ, ജീവിയാണ്, ഒരു ജീവി. ഓ കഴിക്ക്, അനുസരണയോടെ കഴിക്ക്. നിനക്കൊക്കെ എന്ത് സുഖോടാ, ജോലിയാ, ജീവിക്കാമല്ലോ. ഒരു ജോലിയും ചെയ്യണ്ട, വായി നോക്കി അങ്ങ് നടക്കാം. കണ്ടടം പരദേശി. കഴിക്ക്, ചുമ്മാട്ടനല്ലേ, കഴിച്ചോ. ഇടയ്ക്കൊക്കെ ഇത്തിരി ഉളുപ്പൊക്കെ വേണം കേട്ടാ. ഹലോ, പിടിച്ചോ, ഇത്തിരി ഉളുപ്പ് കാണിക്കണേ. വാ, ഉളുപ്പുണ്ടാ. നീ കൊറേ നേരമായി നീ എനിക്കിട്ട് തരണയാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പറയട്ടെ, മൂത്തോക്കി പ്രാണുങ്ങളെ പോലെ മിണ്ടാ പ്രാണി എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. നീ എന്റെ അടുത്ത് തന്നെ പറയണത്. നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്ത് തന്നെ. എന്നെ ഉദ്ദേശിച്ചത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നീ പണിക്ക് പോകുന്നതിന് ജോലിക്ക് പോകുന്നതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ തോന്നുകയായിരിക്കും. പക്ഷെ ഞാൻ ഈ ജീവിയോടാണ് സംസാരിച്ചത്. എടാ, നീ പണിയെ കുറിച്ച് പറയല്ലേ. നീ എന്ത് പണിയാണ് എടുക്കണത്? നീ എന്ത് കൈക്കൂലി വാങ്ങിച്ച ആളുകളെ ഉപദ്രവിക്കണം? അത് പണിയല്ല, അത് അഹങ്കാരം. ഞാനൊക്കെ ആളുകളെ സേവിക്കാണ്. ഞാൻ ഈ റൂബിക്ക് ഒരു അല്പം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് അവനോട് സംസാരിക്കായിരുന്നു. ഞാൻ വഴി കിടക്കുന്ന ഏതെങ്കിലും പട്ടികളോട് സംസാരിക്കുന്നത് എവൻ കയറി പിടിക്കേണ്ട വല്ല കാര്യം? എന്നെ കളിയാക്കണം, ആ മായ വെച്ചിട്ട് അവ എന്നെ ഇൻസൾട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താ അവൻ എന്തെങ്കിലും എന്നോട് പറയണ്ടേ? എന്നോട് പറയാൻ പറ ആണുങ്ങളെ പോലെ. നീ എന്ന് എന്റെ അടുത്ത് കാര്യം പറയണത്? എന്ന് നിന്റെ കൂടെ തന്നെ കിടന്ന് ഉറങ്ങണം ആണല്ലോ? അല്ലല്ലോ, ഈ വീട്ടില് മനുഷ്യന്മാരുടെ നീ സംസാരിക്കണത്. ഞാൻ മനുഷ്യനോടും മൃഗങ്ങളോടും സംസാരിക്കും. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിനക്ക് തോന്നും ചിലപ്പോ നീയാണെന്ന്. അത് എന്റെ മിസ്റ്റേക്കല്ല. ഞാൻ കുറെ നാളെ പണിക്ക് പോകുന്നില്ല. ഇത് ഈ പട്ടി വിളിച്ചിവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നാണ് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ വരുമ്പോ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇനി എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഗിരിരാജന്റെ വീട്ടിലാ, വല്ല പുണ്യ സ്ഥലങ്ങളിലാ, എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. എന്തിനാ ഇങ്ങനെ നാണം കെട്ട ഒരു സമ്പ്രദായം? ഒന്നിരാടം വഴക്ക്. നാട്ടുകാർ കേട്ടാൽ എന്തോ പറയും? ഇതിലേ പോണ ഒരു വഴക്ക് കേട്ടോട്ട് നോക്കിക്കൊണ്ട് പോകും. മിണ്ടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വീടായതുകൊണ്ടാണ്, അറിയാമോ? അങ്ങനെ അന്തസ്സായിട്ട് ജീവിച്ച ഒരു കുടുംബമാണിത്. അല്ല, ഒന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, പിള്ളേർ ഇത് കേട്ടല്ലേ വളരുന്നത്? പിള്ളേർ ഇതല്ലേ ശീലിക്കത്തുള്ളു? മുത്ത് പഠിച്ചിറങ്ങുമ്പോ അവൾ ആരാണ്? അവക്കൊരു കല്യാണാലോചനായിരുന്നു. നടക്കുവോ? നാട്ടുകാർ പറഞ്ഞു കൊടുക്കത്തില്ലേ? എന്റെ പൊന്നെ, കൊച്ചു നല്ല കൊച്ചു തന്നെ, പക്ഷെ എന്നും അലസന്റെയാണ്. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുവോ?